നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലായ മുല്ലാസ് കുചീനയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം ഉഴുന്നുവടയാണ്. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ സോഫ്റ്റും നല്ല ഷേപ്പുമുള്ള ഉഴുന്നുവട നമ്മുടെ വീടുകളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങളും തയ്യാറെടുപ്പുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉഴുന്നുവട ഉണ്ടാക്കുന്നതിലേക്കായി ഞാനിവിടെ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് 240 ml മെഷറിംഗ് കപ്പിന് 1 കപ്പാണ്. അതായത് ഏകദേശം 16 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം ഇടത്തരം വലിപ്പമുള്ള ഒരു സവാള, 4 പച്ചമുളക്, എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം. അതോടൊപ്പം 1 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നീട് അല്പം ചതച്ച കുരുമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുരുമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചതയ്ക്കാതെയും അങ്ങനെ തന്നെ ഉപയോഗിക്കാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പ്, ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചെറിയ പീസുകളായി അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉഴുന്ന് നമുക്ക് കുതിർത്ത് വയ്ക്കണം. നമുക്ക് ഇനി ഈ ഉഴുന്ന് നന്നായി കഴുകി ഏകദേശം ഒരു 2 മണിക്കൂർ ടൈം ഒന്ന് കുതിർത്ത് വയ്ക്കേണ്ടതുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. ഇത് ഞാൻ ഏകദേശം 2 മണിക്കൂർ സമയം കുതിർത്ത് വെച്ച ഉഴുന്നാണ്. ഇനി നമുക്ക് ഇത് വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടി ഒരു അരിപ്പയിലേക്ക് മാറ്റാം. ഇവിടെ ഇപ്പോൾ ഉഴുന്ന് നന്നായി വെള്ളം വാർന്നിരിപ്പുണ്ട്. ഇനി നമുക്കിത് ഒട്ടും വെള്ളം നനവില്ലാത്ത ജാറിൽ അരച്ചെടുക്കണം. അത് അല്പാൽപമായി അരച്ചെടുക്കുക. അരയാൻ എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറേശ്ശെ ഇട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഞാനിവിടെ ഉഴുന്ന് അരച്ച് മാവാക്കിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം തരികളൊക്കെ ഉള്ള പരുവത്തിലാണ് അരച്ചിരിക്കുന്നത്. ഒരുപാട് പേസ്റ്റ് ആവണ്ട, എങ്കിലും മാക്സിമം വെള്ളം ചേർക്കാതെ അരച്ചാൽ അത്രയും നല്ലത്. വെള്ളം ചേർത്താൽ നമ്മുടെ മാവ് കുറച്ച് ലൂസായി പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ കട്ടിയുള്ള മാവാണ് ആവശ്യം. ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന മുഴുവൻ ഉഴുന്നും അരച്ചു വെച്ചിട്ടുണ്ട്. അല്പം തരിയോടുകൂടി തന്നെയാണ് ഇത് അരച്ചു വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആദ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി അടുത്തതായി നമുക്ക് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത്. നമുക്കിനി ഇത് നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അല്പസമയം ഇളക്കി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ മാവ് ഒരു 15 മിനിറ്റ് സമയമെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ടതുണ്ട്. ഇത് ഞാൻ ഏകദേശം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവാണ്. നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ ഒന്നുകിൽ ഫോർക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിസ്കോ ഹാൻഡ് ബീറ്ററോ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വട ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. ഉഴുന്നുവട ഉണ്ടാക്കുന്ന ആവശ്യത്തിലേക്കായി നമുക്ക് നല്ല ഒരു ഇരുമ്പ് ചീനച്ചട്ടിയോ ഫ്രൈയിങ് പാനോ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ നമ്മുടെ ഉഴുന്നുവടയ്ക്ക് നല്ല മണവും ടേസ്റ്റും കൂടുതലായിരിക്കും. ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഓരോ കാര്യം, നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കാൻ മാവ് ഉരുട്ടുമ്പോൾ അത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം നമുക്ക് ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം വെച്ച് ഓരോ പ്രാവശ്യവും നമുക്ക് കൈ അതിൽ മുക്കിയതിന് ശേഷം മാവ് ഉരുട്ടിയെടുക്കാവുന്നതാണ്.
മാവ് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലെടുത്തിട്ട് അതിൻ്റെ നടുക്ക് നമുക്ക് തള്ളവിരൽ ഉപയോഗിച്ച് ഒരു ഹോളിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കറക്റ്റ് നടുക്ക് തന്നെ ഹോൾ വന്നിട്ടുണ്ട്, നല്ല ഷേപ്പുമായിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഉരുള ഉരുട്ടിയതിന് ശേഷം നമ്മുടെ തള്ളവിരൽ ഉപയോഗിച്ച് നമുക്ക് ഉഴുന്നുവട തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ ഉഴുന്നുവട ഫ്രൈ ആയി വരുന്നുണ്ട്. ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, തീ എപ്പോഴും നമ്മുടെ കൺട്രോളിലായിരിക്കണം. അല്ലെങ്കിൽ ഉഴുന്നുവടയുടെ മുകൾ വശം മാത്രം പെട്ടെന്ന് ബ്രൗൺ നിറമാവുകയും അകവശത്തെ മാവ് അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തീ കൺട്രോൾ ചെയ്ത് തിരിച്ചും മറിച്ചുമിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഉഴുന്നുവട ഇപ്പോൾ ഫ്രൈ ആയി വരുന്നുണ്ട്. ഏകദേശം എണ്ണയിൽ നിന്ന് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. കുറച്ചുകൂടി നിറം വേണമെങ്കിൽ അല്പം കൂടി ഒന്ന് തീ കുറച്ച് വെച്ചതിന് ശേഷം വെയിറ്റ് ചെയ്താൽ മതിയാവും. ഞാൻ എന്തായാലും എണ്ണയിൽ നിന്ന് എടുക്കാൻ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഉഴുന്നുവട തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉഴുന്നുവട നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ യാതൊരു പ്രിസർവേറ്റീവും ചേർക്കാതെ തയ്യാറാക്കാവുന്നതാണ്. ഇത് മാവ്, അതായത് ഉഴുന്ന് അരയ്ക്കുമ്പോൾ അല്പം പോലും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം അരച്ച് കഴിഞ്ഞ് നമ്മൾ സവാളയും ഇഞ്ചിയും എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാവ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ഉഴുന്നുവട വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ഈ ഉഴുന്നുവട ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇതിഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇതൊന്നും മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരുന്നതാണ്. അതുവരെയും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.